Hey, ഈ പ്ലസ് ടു എക്സാം മാർച്ചിലല്ലേ? ഓൾ ദ ബെസ്റ്റ്. അത് കഴിഞ്ഞാലുടൻ പ്രൊഫഷണൽ കോഴ്സിന് പോകുന്നതാണ് ബുദ്ധി. ഓ, ഡോക്ടറും എഞ്ചിനീയറും അതൊക്കെ പണ്ടല്ലേ. അപ്പൊ ഇന്നോ? ഹേയ്, ഇന്ന് ലോകം റൺസ് ഓൺ കോമേഴ്സ്. ACCA ചാർട്ടേഡ് സർട്ടിഫൈഡ് അക്കൗണ്ടൻസി. 21 വയസ്സിൽ ലൈഫ് സെറ്റ്. ലേൺ ACCA ചാർട്ടേഡ് സർട്ടിഫൈഡ് അക്കൗണ്ടൻസി കോഴ്സ് only from Indian Institute of Commerce, ലക്ഷ്യ. അപ്പൊ എങ്ങനെയാ കോഴ്സ് ഇപ്പൊ തുടങ്ങും? പ്ലസ് ടുവിന് കോമേഴ്സ് തന്നെ ആവണമെന്നില്ല, സയൻസുകാർക്കും ചേരാം. ഹലോ ഡിയർ പ്ലസ് ടു സ്റ്റുഡൻസ്, വെൽക്കം ടു ലക്ഷ്യ സ്കൂൾ പ്ലസ്. നമ്മൾ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളായിട്ട് റേഷ്യോ അനാലിസിസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആയിരുന്നു എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഡിസ്കഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ആ ചാപ്റ്റർ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ റേഷ്യോസും ഓരോ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ 2 ക്ലാസ്സുകളായിട്ട് നമ്മൾ ലിക്വിഡിറ്റി റേഷ്യോയും സോൾവൻസി റേഷ്യോന്റെ കാര്യമൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ട് അല്ലെ, നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. സോ റെഡി ആണോ? ഇന്നത്തെ സെഷന് വേണ്ടി നിങ്ങൾ റെഡി ആണെങ്കിൽ ഒന്ന് ഹായ് പറഞ്ഞേ, ഒന്ന് കമന്റ് ബോക്സിൽ വന്നേ. സെറ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഇന്നത്തെ റേഷ്യോ അനാലിസിസ് മുന്നോട്ട് കൊണ്ടുപോകാം. So today we are going to discuss activity or turnover ratio in the ratio analysis chapter. So ഈ ഒരു ആക്ടിവിറ്റി ടേൺ ഓവർ റേഷ്യോ നമ്മളൊന്ന് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. നമുക്ക് വളരെ സൂപ്പർബ് ആയിട്ട് എന്ത് ചെയ്യണം, ഒന്ന് കംപ്ലീറ്റ് ചെയ്യണം വിത്തിൻ ദ സ്റ്റിപ്പുലേറ്റഡ് ടൈം. നമ്മൾ ഒരുപാട് സമയം എടുത്തിട്ട് ഈ ഉച്ച സമയമാണ്, നിങ്ങൾ വളരെ ക്ഷമയോടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യത്തോടെയാണ് വന്നിരിക്കുന്നത് അല്ലേ നിങ്ങൾ ഈ സെഷൻ കാണാൻ വേണ്ടിയിട്ട്. സോ അധികം സമയം ഒന്നും എടുത്ത് നിങ്ങളെ ബോറടിപ്പിക്കാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്നില്ല. സോ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ സെഷനിലോട്ട് പോവാം. നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നത് റേഷ്യോ അനാലിസിസിലെ ആക്ടിവിറ്റി ഓർ ടേൺ ഓവർ റേഷ്യോ ആണ്. ആക്ടിവിറ്റി ഓർ ടേൺ ഓവർ റേഷ്യോ എന്താണ്? ആക്ടിവിറ്റി റേഷ്യോ എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റേഷ്യോ അനലൈസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വൈ വി കാൽക്കുലേറ്റ് ദ ആക്ടിവിറ്റി റേഷ്യോ, ദാറ്റ് ഈസ് ദ ക്വസ്റ്റ്യൻ. സോ അതിന് ഉത്തരമായിട്ട് പറയാനുള്ളത്, നമ്മുടെ ബിസിനസ്സിൽ there are lots of activities happening day by day. ഒരുപാട് ആക്ടിവിറ്റീസ് എന്ത് ചെയ്യാറുണ്ട്, ഒരു ബിസിനസ്സിൽ ഓരോ ദിവസവും നടക്കാറുണ്ട് അല്ലെ. അതായത് നമുക്കറിയാം, നമ്മൾ ഗുഡ്സ് പർച്ചേസ് ചെയ്യാറുണ്ട് ഫോർ ദ പർപ്പസ് ഓഫ് സെല്ലിംഗ്. നമ്മൾ പർച്ചേസ് ചെയ്ത് നമ്മൾ സെല്ല് ചെയ്യുന്നുണ്ട്. നമുക്ക് അതിലൂടെ സെല്ലും പർച്ചേസ് നടത്തുന്നതിലൂടെ നമുക്ക് ആരൊക്കെ വരുന്നുണ്ട്, പാർട്ടീസ്. ക്യാഷ് സെയിൽസ് ആണ്, ക്യാഷ് പർച്ചേസ് ആണെങ്കിൽ ക്യാഷ് വരും, അവിടെ മറ്റു പാർട്ടീസ് ഒന്നും വരുന്നില്ല. ഇനി ക്രെഡിറ്റ് പർച്ചേസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ആര് വരും, ക്രെഡിറ്റർ വരും. ഇനി നമ്മൾ ക്രെഡിറ്റ് സെയിൽസ് ആണ് നടത്തുന്നതെങ്കിൽ നമുക്ക് ആര് വരും, നമുക്ക് ഡെറ്റർ വരും. സോ there are several parties involved in each and every transactions of the business organization every day. സോ ഇങ്ങനെ ആക്ടിവിറ്റീസ് നടക്കുന്ന സമയത്ത് ഈ ആക്ടിവിറ്റികളൊക്കെ പ്രോപ്പർ ആയിട്ടാണ് നടക്കുന്നത്, അല്ലെങ്കിൽ ഒരു വർഷത്തെ നമ്മൾ കണക്കെടുത്ത് നോക്കുന്ന സമയത്ത് നമ്മളുടെ ഈ ആക്ടിവിറ്റികളുടെ പോക്ക്, ഇതിന്റെ ഒരു എത്ര പ്രാവശ്യം നടക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമുക്കിപ്പോ കടമായിട്ട് നമ്മൾ ഗുഡ്സ് സെല്ല് ചെയ്തു, നമ്മളുടെ ഡെറ്റേഴ്സ് നമുക്ക് എങ്ങനെയാണ് പണം തരുന്നത്? ഇഫ് ദേ ആർ ഫ്രീക്വന്റ്ലി പേ ദ എമൗണ്ട്, അവർ എമൗണ്ട് കറക്റ്റ് ആയിട്ട് പേയ്മെന്റ് നടത്തുന്നുണ്ടോ? എത്ര പ്രാവശ്യമാണ് ചെയ്യുന്നത്, എത്ര പ്രാവശ്യം കൂടുമ്പോഴാണ്, അല്ലെങ്കിൽ എത്ര സമയം കൂടുമ്പോഴാണ് ഒരു പേയ്മെന്റ് നടത്തുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റണം, അനലൈസ് ചെയ്യാൻ വേണ്ടി പറ്റണം. അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ബിസിനസിന്റെ ഫംഗ്ഷൻ മുന്നോട്ട് വളരെ സൂപ്പർബായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സാധിക്കത്തുള്ളൂ. സോ ദാറ്റ് ഈസ് ദ റെലവൻസ് ഓഫ് ആക്ടിവിറ്റി ഓർ ടേൺ ഓവർ റേഷ്യോ എന്ന് പറയുന്നത്. ക്ലിയർ? നമുക്ക് നോക്കാം. ദീസ് റേഷ്യോസ് ഇൻഡിക്കേറ്റ് ദ സ്പീഡ് അറ്റ് വിച്ച് ആക്ടിവിറ്റീസ് ഓഫ് ദ ബിസിനസ് ആർ ബീങ് പെർഫോംഡ്. ബിസിനസിന്റെ ഓരോ ആക്ടിവിറ്റീസിലും എത്ര സ്പീഡിലാണ്, അല്ലെങ്കിൽ എത്ര എളുപ്പമാണ് ഈ കാര്യങ്ങളും സംഭവങ്ങളൊക്കെ നടക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റണം, അനാലിസിസ് നടത്താൻ വേണ്ടിയിട്ട് സാധിക്കണം. സോ ദാറ്റ് ക്യാൻ ബി ഡിസ്കസ്ഡ് ഇൻ ആക്ടിവിറ്റി റേഷ്യോ. ദീസ് റേഷ്യോസ് ആർ യൂഷ്വലി എക്സ്പ്രസ്ഡ് ഇൻ നമ്പർ ഓഫ് ടൈംസ്. എത്ര പ്രാവശ്യമാണ്, ഇപ്പോ ലെറ്റ്സ് സേ ആൻ എക്സാമ്പിൾ, ഇപ്പൊ നമ്മുടെ ഡെറ്റേഴ്സ് നമുക്ക് പണം തരാനുണ്ട്, ഒരു 1 lakh rupees നമുക്ക് എമൗണ്ട് തരാനുണ്ടെന്നുണ്ടെങ്കിൽ ഈ 1 lakh rupees അവർ എത്ര 6 times കൊണ്ടാണ് തന്നു തീർക്കുന്നത്, 10 times കൊണ്ടാണ് അവർ തന്നു തീർക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്തത്, ഇത് എക്സ്പ്രസ് ചെയ്യുന്നത്. സോ ദീസ് റേഷ്യോസ് ആർ എക്സ്പ്രസ്ഡ് ഇൻ നമ്പർ ഓഫ് ടൈംസ്. എത്ര പ്രാവശ്യമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എക്സ്പ്രസ് ചെയ്യുന്നത്. ആൻഡ് ദീസ് റേഷ്യോസ് ആർ ഓൾസോ കോൾഡ് എഫിഷ്യൻസി റേഷ്യോസ്. എഫിഷ്യൻസി റേഷ്യോസ് എന്ത് ചെയ്യാറുണ്ട്, ഈ പറഞ്ഞ റേഷ്യോ അറിയപ്പെടാറെന്നുള്ള കാര്യം എന്ത് ചെയ്യുക, also called efficiency ratios. The various important activity ratios include, first one, inventory turnover ratio, then next one is trade payable turnover അല്ലെങ്കിൽ trade payable turnover, അതുപോലെ തന്നെ fixed asset turnover, next one trade receivable turnover, next investment or net asset turnover, and the last one is working capital turnover. These are the various turnover ratios for activity
റേഷ്യോസ്. അപ്പൊ ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ എല്ലാ ടോപ്പിക്സും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാ ടേൺ ഓവർ റേഷ്യോസും നമ്മൾ ഇന്നത്തെ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്ത് ചെയ്യാം, ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോയിലേക്ക് പോവാം. വാട്ട് ഈസ് ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ? ഹായ് സാർ, ഇന്നെന്താ നേരത്തെ ഇന്ന് എന്താണ്, ഇന്ന് ശനിയാഴ്ച ഉള്ള കാര്യം അറിയാം നിങ്ങൾക്ക്. സ്വാഭാവികമായിട്ടും ഓരോ ശനിയാഴ്ച എന്ത് ചെയ്യും, എല്ലാ ശനിയാഴ്ച രാത്രിയാണ് ക്ലാസ് വെക്കാറല്ലേ. എല്ലാ ശനിയാഴ്ച നമ്മള് താങ്ക് യു ഫോർ കമ്മിങ് ഏർലി. ഓക്കെ, നമ്മളെന്നും രാത്രി ക്ലാസ് വെക്കാറുണ്ട്. അപ്പൊ അങ്ങനെ രാത്രി ക്ലാസ് വെക്കുന്ന സമയത്ത് കുറെ പിള്ളേർ നമ്മൾ മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സാർ ഈ രാത്രി ക്ലാസ് വെച്ചാൽ ഞങ്ങൾക്ക് ആകെ കിട്ടുന്ന ഒരു ഒഴിവ് ദിവസമാണ് ശനിയാഴ്ച എന്ന് പറഞ്ഞത്. ഈ ശനിയാഴ്ച നിങ്ങൾ രാത്രിയാണ് ക്ലാസ് വെക്കുന്നെങ്കിൽ നമുക്ക് പുറത്തൊക്കെ ഒന്ന് പോകാനോ അല്ലെങ്കിൽ ഒരു ഫിലിമിന് പോകാനോ ഒന്ന് കറങ്ങാൻ പോകാനോ ഒന്നും ചെയ്തില്ല, ഞങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള സമയം കിട്ടുന്നില്ല. സോ അപ്പൊ നമ്മൾ വിചാരിച്ചു ഇടയ്ക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, ഇടയ്ക്കൊക്കെ ഒന്ന് ഉച്ചയ്ക്ക് വെച്ചേക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ഒരു ഫ്രീ ആയിട്ടിരിക്കുന്ന സമയമാണല്ലോ, ചെറിയൊരു ഉറക്കത്തിലേക്ക് ഇരിക്കുന്ന സമയമായിരിക്കും. അപ്പൊ ക്ലാസ് കണ്ടിട്ട് വൈകുന്നേരം എന്ത് ചെയ്യാൻ പറ്റും, ഒന്ന് എൻജോയ് ചെയ്യാനൊക്കെ പറ്റും എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ക്ലാസ് ഇടയ്ക്കൊക്കെ ഒന്ന്, എല്ലാ ദിവസവും എല്ലാ ആഴ്ചയിലും നമുക്ക് ഇത് പോസിബിൾ അല്ല. അടുത്ത ആഴ്ചയും ഐ തിങ്ക് നമുക്ക് എന്ത് ചെയ്യാം, ഉച്ചയ്ക്ക് തന്നെ ഈ ഒരു സമയത്ത് തന്നെ വേണമെങ്കിൽ വെക്കാം. പക്ഷെ പിന്നീടുള്ള ക്ലാസ്സുകളൊക്കെ നമുക്ക് മാറ്റാൻ വേണ്ടി ബുദ്ധിമുട്ടായിരിക്കും. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു രീതിയിൽ മുന്നോട്ട് പോവാം. ഹായ് സാർ, വിഷസ് ഫ്രം കണ്ണൂർ. ഓക്കെ സാർ, വൺ വേർഡ് അബൌട്ട് ഇംപ്രൂവ്മെന്റ്. എന്ത് ഇംപ്രൂവ്മെന്റ് ആണ്? ഇംപ്രൂവ്മെന്റ് എക്സാമിനെ കുറിച്ചാണോ? ഹായ് വീനസ് ക്ലാസ്സസ്, സുലൈഖ ഹായ്, ഹായ് സിബി, എല്ലാവർക്കും ഹായ്. അപ്പോ നമ്മൾ ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്, നിങ്ങൾ എന്ത് ചെയ്യും, എല്ലാവരും പക്കയായിട്ട് നമ്മുടെ കൂടെ തന്നെ വേണം കേട്ടോ. നിങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് നിങ്ങൾ കമന്റ് ഒക്കെ ചെയ്യാറുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത്രയും സൂപ്പർബായിട്ട് ഈ സെഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സാധിക്കും. സോ ഹായ് ഓൾ, എല്ലാവർക്കും ഒരു ഹായ്. ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോയില് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻവെന്ററി നമുക്കറിയാം. വാട്ട് യു മീൻ ബൈ സ്റ്റോക്ക് അല്ലെങ്കിൽ ഇൻവെന്ററി എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ പർച്ചേസ് ചെയ്യുന്നതാണ്. എന്തിനു വേണ്ടിയിട്ട്? നമ്മൾ പർച്ചേസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഐറ്റം ആണ് ഇൻവെന്ററി എന്ന് പറയുന്നത്. ദാറ്റ് ക്യാൻ ബി അല്ലെങ്കിൽ ദാറ്റ് മെന്റ് ടു ബി സോൾഡ്. നമ്മൾ വിൽക്കാൻ വേണ്ടിയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇത് വാങ്ങിച്ചിരിക്കുന്നത് അല്ലെ. നമ്മളുടെ ഇൻവെന്ററി എന്തായിട്ട് മാറും, നമ്മൾ സെയിൽസിലേക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യും അല്ലെ. അപ്പോ വിൽക്കപ്പെടാതെയുള്ള ഗുഡ്സിനെയാണ് എന്ത് പറയുന്നത്, ഇൻവെന്ററി എന്ന് പറയുന്നത്. ഇപ്പോ നമ്മൾ ഈ ഒരു ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ പ്രകാരം എന്താണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരം എന്ന് പറയുന്നത്, എത്ര പ്രാവശ്യം നമ്മുടെ ഒരു ഓർഡർ റീപ്ലേസ് ചെയ്യുന്നുണ്ട്, നമ്മളുടെ ഇൻവെന്ററിക്ക് പുതിയ ഓർഡർ നമ്മൾ കൊടുക്കുന്നുണ്ട്, നമ്മുടെ കയ്യിലേക്ക് ഇൻവെന്ററി വരുന്നുണ്ട്, സെയിൽസ് എങ്ങനെ നടക്കുന്നുണ്ട്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. ആ ഒരു റിലേഷൻഷിപ്പാണ് നമ്മൾ ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോയിലൂടെ അനലൈസ് ചെയ്യുന്നത്. ഓക്കെ ആണോ? ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോയിലൂടെ നമ്മൾ അനലൈസ് ചെയ്യുന്നത് എന്തായിരുന്നു? നേരത്തെ ഒരു സംശയം ചോദിച്ചിട്ടാണ്, ഇംപ്രൂവ്മെന്റിനെ കുറിച്ച് എന്തോ ചോദിച്ചിട്ടുണ്ട്, എനിക്ക് ക്ലിയർ ആയില്ല. ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് ഒന്നുകൂടെ ഒന്ന് എലാബറേറ്റ് ചെയ്തിടാവോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനെ കുറിച്ച് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നോക്കാം നമുക്ക്. ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ ഷോസ് how many times a company has sold and replaced inventory during a given period. ഒരു പെർട്ടിക്കുലർ പീരീഡില് നമ്മൾ ഇൻവെന്ററി നമ്മൾ എത്ര ഓർഡർ ചെയ്യുന്നുണ്ട്, നമ്മൾ എത്ര റീപ്ലേസ് ചെയ്യുന്നുണ്ട്. അത് റീപ്ലേസ് ചെയ്യുന്നു എന്ന് പറയുന്ന അർത്ഥം എന്താണ്? നമ്മളത് സെയിൽ ചെയ്യുന്നതാണ് എന്ത് അതിന്റെ മീനിങ് എന്ന് പറയുന്നത്. നമ്മളത് സെയിൽ ചെയ്യാണ്, സെയിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് ഈ പറയുന്നത് റീപ്ലേസ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പൊ നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും അടുത്ത ഇൻവെന്ററിക്ക് ഓർഡർ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്ലേസ് ചെയ്യുന്നുണ്ട്. ഓക്കെ ആണോടാ? ഈ ഒരു പർട്ടിക്കുലർ കോൺസെപ്റ്റ് ഓക്കെ ആയോ? ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ ഇറ്റ് എക്സ്പ്രസസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ കോസ്റ്റ് ഓഫ് റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് ആൻഡ് ആവറേജ് ഇൻവെന്ററി. കോസ്റ്റ് ഓഫ് റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് ആൻഡ് ആവറേജ് ഇൻവെന്ററി. അതായത് കോസ്റ്റ് ഓഫ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് റവന്യൂ ജനറേറ്റ് ചെയ്യണം. ഈ ജനറേറ്റ് റവന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനുവേണ്ടി നമുക്കൊരു ചെലവ് വരുമല്ലോ. അതായത് എക്സാമ്പിൾ 1 lakh rupees നമ്മൾ ഏൺ ചെയ്തു. ഈ 1 lakh rupees ഏൺ ചെയ്യാൻ വേണ്ടി നമുക്കൊരു 80,000 rupees അതിന് ചെലവ് വന്നു. ദാറ്റ് ഈസ് ദ കോസ്റ്റ് ഓഫ് റവന്യൂ. കോസ്റ്റ് ഓഫ് റവന്യൂ എന്ന് പറയുന്നത്, അതായത് റവന്യൂ ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വന്നിട്ടുള്ള എക്സ്പെൻസുകളാണ് നമ്മൾ എന്ത് പറയുന്നത്, കോസ്റ്റ് ഓഫ് റവന്യൂ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? A low turnover implies weak sales and possibly excess inventory, while a high ratio implies either strong sales or insufficient inventory എന്ന് പറയുന്നത്. അതിനർത്ഥം എന്താ, ഒരു ഹൈ ടേൺ ഓവർ റേഷ്യോ ആണ് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഇപ്പൊ 4, 10, 15 ഒക്കെയാണ് നമ്മളുടെ ഇൻവെന്ററി, അല്ലെങ്കിൽ 5 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഒരുപാട് പ്രാവശ്യം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓർഡർ പ്ലേസ് ചെയ്യുന്നുണ്ട്. അതിനർത്ഥം എന്താണ്, കൂടുതലായിട്ട് സെയിൽ നടക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്ത് വേണം, കൂടുതലായിട്ട് നമുക്ക് എമൗണ്ട് അല്ലെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് ഗുഡ്സ് ഇൻവെന്ററി നമ്മുടെ കമ്പനിയിലേക്ക് എന്ത് ചെയ്യണം, എത്തണം. അപ്പൊ അതാണ് ഇതിന്റെ നമ്പർ ഓഫ് ടൈം
ലൈൻസ് കൂടുന്നതിനനുസരിച്ച് അതാ മീൻ ചെയ്യുന്നത്. ഇത് നമുക്ക് കിട്ടുന്ന 1, 2, 3 എന്നൊക്കെ ആണെങ്കിലോ അതിനർത്ഥം എന്താണ്? അതിനർത്ഥം നമ്മൾ ഇൻവെന്ററി പ്ലേസ് ചെയ്യുന്നത് വളരെ കുറവാണെന്നതിന്റെ അർത്ഥം എന്താണ്? സെയിൽസ് പ്രോപ്പറായിട്ട് നടക്കുന്നില്ല. സെയിൽസ് നടന്നാലേ നമുക്ക് പുതിയ സ്റ്റോക്ക് നമുക്ക് കമ്പനിയിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റത്തുള്ളൂ. അതാണ് അതിലൂടെ മീൻ ചെയ്യുന്നുള്ള കാര്യം എന്ത് ചെയ്യുക, മനസ്സിലാക്കിയിരിക്കുക. ക്ലിയർ ആണോ? ഈ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആവുന്നുണ്ടോ? വീനസ് ക്ലാസസ് ഓർ സിബി ഒക്കെ ഒന്ന് പറയണേ. ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ, കമന്റ് ചെയ്യാം. നേരത്തെ സംശയം ചോദിച്ചൊരു കുട്ടി ഉണ്ടായിരുന്നു, എന്താണെന്ന സംശയം എന്നുള്ള ഒന്നുകൂടെ എന്ത് ചെയ്യാം, ഒന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഒന്നുകൂടെ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. കോസ്റ്റ് ഓഫ് റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് ഡിവൈഡ് ബൈ ആവറേജ് ഇൻവെന്ററി. കോസ്റ്റ് ഓഫ് റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് ഡിവൈഡ് ബൈ ആവറേജ് ഇൻവെന്ററി എന്ന് പറയുന്ന ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദെൻ ഹൗ വി കാൽക്കുലേറ്റ് ദ ആവറേജ് ഇൻവെന്ററി. ആവറേജ് ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ ഓപ്പണിംഗ് നമ്മുടെ എത്ര ഇൻവെന്ററി ഉണ്ട്, ക്ലോസിംഗിൽ നമ്മൾ നമ്മുടെ ആ ഒരു പെർട്ടിക്കുലർ ഫിനാൻഷ്യൽ ഇയറിന്റെ എൻഡിംഗിൽ നമ്മുടെ കയ്യിൽ എത്ര ഇൻവെന്ററി ഉണ്ട് അതിന്റെ ആവറേജ് ഡിവൈഡ് ബൈ 2 ആയിരിക്കും എന്ത്, നമ്മളുടെ ഇൻവെന്ററിയുടെ ആവറേജ് ഇൻവെന്ററി എന്ന് പറയുന്നത്. ദെൻ ദാറ്റ് ഈസ് ഓപ്പണിംഗ് ഇൻവെന്ററി പ്ലസ് ക്ലോസിംഗ് ഇൻവെന്ററി ഡിവൈഡഡ് ബൈ 2. ഓപ്പണിംഗ് ഇൻവെന്ററി പ്ലസ് ക്ലോസിംഗ് ഇൻവെന്ററി ഡിവൈഡഡ് ബൈ 2. ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആവറേജ് ഇൻവെന്ററി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദെൻ കോസ്റ്റ് ഓഫ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ, ഈ ഒരു കാര്യം നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ദാറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ബൈ യൂസിങ് ദിസ് ഇക്വേഷൻ, സെയിൽസ് ഡിവൈഡ് ബൈ ഗ്രോസ് പ്രോഫിറ്റ്. സെയിൽസ് ഡിവൈഡ് ബൈ ഗ്രോസ് പ്രോഫിറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് അതിന്റെ ചെലവ് കിട്ടും. കോസ്റ്റ് ഓഫ് റവന്യൂ ഫ്രം ഓപ്പറേഷന്റെ നമുക്ക് അതിന്റെ ഇക്വേഷൻ, അതിന്റെ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കത് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യം എന്ത് ചെയ്യാം, മനസ്സിലാക്കിയിരിക്കാം. ഓക്കെ ആണോ? ഈ ഇക്വേഷൻ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോയുടെ ഇക്വേഷനിലേക്ക് അല്ലെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് എന്ത് ചെയ്യാടാ പോവാം, ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോ മനസ്സിലാക്കിയിരിക്കുക, ഈ ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ നമ്മൾ ഉദ്ദേശിക്കുന്നത് എത്ര പ്രാവശ്യം നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്യുന്നുണ്ട്, നമ്മൾ ഇൻവെന്ററി സ്റ്റോക്ക് പുതിയതായിട്ട് എത്ര പ്രാവശ്യം നമ്മുടെ കമ്പനിയിലേക്ക് ഇൻവോൾവ് ആവുന്നുണ്ടെങ്കിൽ കമ്പനിയിലേക്ക് വരുന്നുണ്ട് എന്നുള്ള കാര്യം എന്ത് ചെയ്യണം, നമുക്ക് കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു പെർട്ടിക്കുലർ റേഷ്യോ നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, മനസ്സിലാക്കിയിരിക്കുക. ക്ലിയർ. അപ്പോൾ സെഷൻ കണ്ടുകൊണ്ടിരിക്കുന്നവരെല്ലാവരും എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടെ ഈ സെഷൻ ഷെയർ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നമുക്ക് നമ്മളുടെ സെഷന്റെ ഫീസിബിലിറ്റി അല്ലെങ്കിൽ വ്യൂ എന്ത് ചെയ്യാൻ പറ്റും, കൂട്ടാനായിട്ട് പറ്റും. കുറച്ച് ഫ്രണ്ട്സിനെ കൂടെ എന്ത് ചെയ്യും, അത് ഉപകാരപ്പെടുകയും ചെയ്യും. നമുക്ക് എന്ത് ചെയ്യാടാ, നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ കാൽക്കുലേറ്റ് ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ. ഓക്കെ, ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ കാണാൻ വേണ്ടിയാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. സോ അങ്ങനെ നോക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളോട് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത് എന്ത് ചെയ്യുക, മനസ്സിലാക്കിയിരിക്കുക. ഓരോ കോൺസെപ്റ്റും ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് ആദ്യം വായിച്ചു നോക്കുക. ഇൻവെന്ററി അറ്റ് ദ ബിഗിനിങ് കൊടുത്തിട്ടുണ്ട് അല്ലെ, ബിഗിനിങ് കൊടുത്ത് നമുക്ക് ആവറേജ് ഇൻവെന്ററി ആണെങ്കിൽ ഇൻവെന്ററി അറ്റ് ദ ബിഗിനിങ്ങും ഇൻവെന്ററി അറ്റ് ദ ക്ലോസിംഗും വേണം. ഡിവൈഡ് ബൈ 2 ആണ് ആവറേജ് ഇൻവെന്ററി എന്ന് പറയുന്നത് അല്ലെ. ഇത് രണ്ടും നമുക്ക് എന്താണ് ആവശ്യമാണ്. ഇനി നെറ്റ് പർച്ചേസസ് കൊടുത്തിട്ടുണ്ട്, വേജസ് കൊടുത്തിട്ടുണ്ട്, റവന്യൂ ഫ്രം ഓപ്പറേഷൻ കൊടുത്തിട്ടുണ്ട്, ക്യാരേജ് ഇൻവേർഡ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റണം, നമ്മളുടെ ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റണം. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ സൊല്യൂഷൻ ചെയ്തു നോക്കാം. ഫസ്റ്റ് ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ അല്ലെ, സൊല്യൂഷൻ ആണ് ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ ഈക്വൽസ് കോസ്റ്റ് ഓഫ് റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് ഡിവൈഡ് ബൈ എന്തായിരുന്നു, ആവറേജ് ഇൻവെന്ററി അല്ല. ഇതായിരുന്നു നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. കോസ്റ്റ് ഓഫ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ ഡിവൈഡ് ബൈ ആവറേജ് ഇൻവെന്ററി ആണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് കോസ്റ്റ് ഓഫ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ കണ്ടെത്തണം. സോ കോസ്റ്റ് ഓഫ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ നമ്മൾ എങ്ങനെ കണ്ടെത്തും, കോസ്റ്റ് ഓഫ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ നമ്മളുടെ ഈ ഒരു കോസ്റ്റ് നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്രത്തോളം കോസ്റ്റ് ആണ് നമുക്ക് വന്നിട്ടുള്ളത്, ഈ കാര്യം നമ്മൾ എന്ത് ചെയ്യണം, ഇതിലൂടെ കണ്ടെത്തണം. അപ്പോൾ നമ്മുടെ കോസ്റ്റ് കണ്ടെത്താൻ വേണ്ടി ഇവിടെ ഒരുപാട് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അതായത് നമുക്ക് നെറ്റ് പർച്ചേസ് തന്നിട്ടുണ്ട് അല്ലെ, നമുക്ക് അതുപോലെ തന്നെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, നമ്മുടെ വേജസ് തന്നിട്ടുണ്ട്, ക്യാരേജ് ഇൻവേർഡ് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, തന്നിട്ടുണ്ട്. നെറ്റ് പർച്ചേസ് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ക്യാരേജ് ഇൻവേർഡും വേജസ് ഒക്കെ നമുക്ക് തന്നിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ ഇൻവെന്ററി അറ്റ് ദ ബിഗിനിങ് തന്നിട്ടുണ്ട്, ഇൻവെന്ററി അറ്റ് ദ എൻഡ് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ ചെലവ് എങ്ങനെ കണ്ടെത്താനായിട്ട് പറ്റും, നമ്മുടെ എല്ലാ ചെലവുകളും പർച്ചേസും പ്ലസ് അതുപോലെ വേജസും നെറ്റ് ക്യാരേജ് ഇൻവേർഡും ആഡ് ചെയ്യണം.
എന്നിട്ട് അതിനൊപ്പം നമുക്ക് ഇൻവെന്ററി അറ്റ് ദ ബിഗിനിങ് എന്ത് ചെയ്യാൻ പറ്റും, ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് നമ്മുടെ ആദ്യമുള്ള സ്റ്റോക്ക് ആണത്. ഇനി അറ്റ് ദ എൻഡ് ഉള്ള നമ്മുടെ ഇൻവെന്ററി എന്ന് പറയുന്നത് വിറ്റിട്ടില്ല, അപ്പൊ നമ്മളത് കോസ്റ്റ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റത്തില്ല, അതെന്ത് ചെയ്യാം, മൈനസ് ചെയ്യാം. അപ്പൊ നമുക്ക് നമ്മളുടെ കോസ്റ്റ് ഓഫ് റവന്യൂ ഫ്രം ഓപ്പറേഷനിലെ നമുക്ക് ഇക്വേഷൻ ഇങ്ങനെ എഴുതാനായിട്ട് സാധിക്കും. നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇൻവെന്ററി അറ്റ് ദ ബിഗിനിങ് അല്ലെ, ഇൻവെന്ററി അറ്റ് ദ ബിഗിനിങ് പ്ലസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നെറ്റ് പർച്ചേസസ് പ്ലസ് വേജസ് പ്ലസ് ക്യാരേജ് ഇൻവേർഡ് മൈനസ്, അതിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യണം, ഇൻവെന്ററി അറ്റ് ദ എൻഡ് അല്ലെ, എൻഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, മൈനസ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, കോസ്റ്റ് ഓഫ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ കിട്ടും. ദാറ്റ് ഈസ് ഇൻവെന്ററി അറ്റ് ദ ബിഗിനിങ് എത്ര വരുന്നത്, 18,000 രൂപ, 18,000 പ്ലസ് നെറ്റ് പർച്ചേസസ് എത്ര വരുന്നത്, നമുക്ക് 46,000 രൂപയാണ് വരുന്നത് അല്ലെ. നമ്മളുടെ നെറ്റ് പർച്ചേസ് നമുക്ക് 46,000 രൂപയാണ്, ഇൻവെന്ററി 18,000 ആണ്, വേജസ് 14, ക്യാരേജ് 4,000, 14,000 പ്ലസ് 14,000 പ്ലസ് 4,000 മൈനസ്, അതിൽ നമ്മൾ എന്ത് മൈനസ് ചെയ്യണം, നമ്മൾ അതിൽ നിന്ന് മൈനസ് ചെയ്യേണ്ടത് നമ്മളുടെ എൻഡ് ഇൻവെന്ററി ആണ്, അതായത് എൻഡ് ഓഫ് ദി ഇയർ ഇൻവെന്ററി അറ്റ് ദ എൻഡ്, ദാറ്റ് ഈസ് 22,000. ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര കിട്ടും, 18ഉം 40ഉം 18, 58, 6ഉം 64, 74, 78, 78ഉം 4ഉം 82 അല്ലെ, 82,000, 82,000 മൈനസ് 22,000 നമുക്ക് കിട്ടുന്ന ഫിഗർ എന്ന് പറയുന്നത് എത്രയാണ്, 60,000 ആണ്. ക്ലിയർ. കോസ്റ്റ് ഓഫ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന ഫിഗർ എന്ന് പറയുന്നത് എത്രയാണ്, 60,000 ആണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതില്, ഈ ഒരു പറഞ്ഞ ഇപ്പൊ നമ്മൾ ചെയ്തതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് പറയണേ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്നുള്ളത് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് പറയാ, എന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കത് ചെയ്യാനായിട്ട് പറ്റും. എനി ഡൗട്ട്സ്, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഈ പറഞ്ഞ ക്വസ്റ്റ്യനില്? ഇനി അതുപോലെ തന്നെ നമുക്കിവിടെ എന്തുകൂടെ വേണം, ആവറേജ് ഇൻവെന്ററി വേണം അല്ലെ, ആവറേജ് ഇൻവെന്ററി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റണം. സോ ഹൗ വി കാൽക്കുലേറ്റ് ദ ആവറേജ് ഇൻവെന്ററി, എങ്ങനെയാണ് നമ്മൾ ആവറേജ് ഇൻവെന്ററി കാണാം, ഇൻവെന്ററി അറ്റ് ദ ബിഗിനിങ് പ്ലസ് ഇൻവെന്ററി അറ്റ് ദ എൻഡ് ഡിവൈഡ് ബൈ 2. ഇതല്ലായിരുന്നു നമ്മുടെ ഇക്വേഷൻ, ഇൻവെന്ററി അറ്റ് ദ ബിഗിനിങ് പ്ലസ് ഇൻവെന്ററി അറ്റ് ദ എൻഡ് ഡിവൈഡ് ബൈ 2. നമുക്ക് എത്ര കിട്ടുന്ന എമൗണ്ട്, നമുക്ക് 18,000 ഉണ്ട് ബിഗിനിങ്ങില് പ്ലസ് 22,000 ഉണ്ട് നമ്മുടെ എൻഡില് അല്ലെ, ഡിവൈഡ് ബൈ 2. 22ഉം 10ഉം 32ഉം 8ഉം 40 ഡിവൈഡ് ബൈ 40,000 ഡിവൈഡ് ബൈ 2, അതായത് 20,000 രൂപയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, നമ്മളുടെ ആവറേജ് ഇൻവെന്ററി ആയിട്ട് കിട്ടുന്നത്. ക്ലിയർ ആണോ, ക്ലിയർ ആണോ? ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാം. ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ, ദാറ്റ് ഈസ് നമ്മൾ പറഞ്ഞു കോസ്റ്റ് ഓഫ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ ഡിവൈഡ് ബൈ ആവറേജ് ഇൻവെന്ററി, അതായത് 60,000 ഡിവൈഡ് ബൈ 20,000 ആണ് നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് 3 ടൈംസ്, 3 പ്രാവശ്യമാണ് എന്ത് ചെയ്യുന്നത്, അവര് ഇൻവെന്ററി റീപ്ലേസ് ചെയ്യാൻ വേണ്ട ഓർഡറുകൾ പ്ലേസ് ചെയ്യുന്നത് 3 പ്രാവശ്യമാണ് ഒരു വർഷത്തിൽ ചെയ്യുന്നുള്ള കാര്യമാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യനിലൂടെ മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഈ ഒരു ചെയ്ത സൊല്യൂഷനിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയണേ. ഓക്കെ, കോസ്റ്റ് ഓഫ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത്, നമുക്ക് ചെലവ് വരുന്നത്, അതായത് റവന്യൂ ജനറേറ്റ് ചെയ്തു, ആ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് വന്ന ചെലവുകളാണ് എന്ത്, കോസ്റ്റ് ഓഫ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമുക്ക് എന്തൊക്കെ ആഡ് ചെയ്യാനായിട്ട് പറ്റും, ഈ പറഞ്ഞ ഇൻവെന്ററി അറ്റ് ദ ബിഗിനിങ് പ്ലസ് പർച്ചേസ്, വേജസ്, ക്യാരേജ് ഇൻവേർഡ്, അങ്ങനെയുള്ള എല്ലാ എക്സ്പെൻസും കൂട്ടി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇൻവെന്ററി അറ്റ് ദ എൻഡ്, അതായത് ക്ലോസിംഗ് ആയിട്ട് വിറ്റഴിക്കപ്പെടാത്ത, സെയിൽസ് നടക്കാത്ത ഇൻവെന്ററി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിലേക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, നമ്മളുടെ കോസ്റ്റ് ഓഫ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ എന്ന് പറയുന്ന ആ ഒരു പെർട്ടിക്കുലർ എൻഡ് അല്ലെങ്കിൽ ആ ഒരു ആൻസർ നമുക്ക് എന്ത് ചെയ്യും, കിട്ടാനായിട്ട് സഹായകരമാകും. ഓക്കെ ആണോ? ഓക്കെ ആണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്ത് നോക്കിയാലോ.
റെഡി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്ത് നോക്കാം. അവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ കാൽക്കുലേറ്റ് ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ. ദ ക്വസ്റ്റ്യൻ ഈസ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? റവന്യൂ ഫ്രം ഓപ്പറേഷൻ 4 lakh, ആവറേജ് ഇൻവെന്ററി 55,000 ഡയറക്റ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ദെൻ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ തന്നിട്ടുണ്ട് 10%. നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ കാണാം. ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ കാണേണ്ട ഇക്വേഷൻ ഓൾറെഡി നമുക്കറിയാം. ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ ഈക്വൽസ് കോസ്റ്റ് ഓഫ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ ഡിവൈഡ് ബൈ ആവറേജ് ഇൻവെന്ററി. ഓക്കെ, കോസ്റ്റ് ഓഫ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ ഡിവൈഡ് ബൈ ആവറേജ് ഇൻവെന്ററി എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുക? നമുക്ക് ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ കാണാനായിട്ട് സാധിക്കുക. സോ ഇത് നമ്മൾ കാണുന്ന സമയത്ത് നമുക്ക് ഇനി ആദ്യം എന്ത് കണ്ടെത്തണം? കോസ്റ്റ് ഓഫ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ കണ്ടെത്തണം. സോ കോസ്റ്റ് ഓഫ് റവന്യൂ ഫ്രം ഓപ്പറേഷനിൽ നമുക്കിവിടെ റവന്യൂ ഫ്രം ഓപ്പറേഷൻ തന്നിട്ടുണ്ട്. എത്രയാണ്? റവന്യൂ ഫ്രം ഓപ്പറേഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എത്ര തന്നിട്ടുണ്ട്? 4 ലക്ഷം തന്നിട്ടുണ്ട്, 4 lakh. അതുപോലെ തന്നെ നമുക്ക് എന്ത് കണ്ടെത്താൻ പറ്റും? ഗ്രോസ് പ്രോഫിറ്റ് കണ്ടെത്താൻ പറ്റും. ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്രയായിരുന്നു നമ്മൾ പറഞ്ഞേ? 10%. അതായത് 4 ലക്ഷത്തിന്റെ 10% ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ എത്രയായിരിക്കും? 40,000 രൂപയാണ് എന്ത്? ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പം ഗ്രോസ് പ്രോഫിറ്റും കിട്ടി. ഇനി ഗ്രോസ് പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? കോസ്റ്റ് ഓഫ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ കിട്ടും. ഈ കോസ്റ്റ് ഓഫ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ കിട്ടാനുള്ള ഇക്വേഷൻ ഞാൻ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കോസ്റ്റ് ഓഫ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ ഈക്വൽസ് എന്തായിരുന്നു നമ്മൾ പറഞ്ഞ ഇക്വേഷൻ? റവന്യൂ ഫ്രം ഓപ്പറേഷൻ മൈനസ് എന്തായിരുന്നു? ഗ്രോസ് പ്രോഫിറ്റ്. സോ റവന്യൂ ഫ്രം ഓപ്പറേഷൻ 4 ലക്ഷമാണ്. അതിൽ നിന്ന് നമ്മൾ 40,000 നമ്മൾ മൈനസ് ചെയ്യണം. 3,60,000 രൂപ നമുക്ക് എന്ത് കിട്ടും? നമ്മളുടെ കോസ്റ്റ് ഓഫ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ എന്ന് പറഞ്ഞിട്ട് കിട്ടും. 3,60,000 രൂപയാണ് എന്ത്? കോസ്റ്റ് ഓഫ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? നമുക്ക് ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ എന്ത് ചെയ്യണം? കാൽക്കുലേറ്റ് ചെയ്യണം. ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ കോസ്റ്റ് ഓഫ് റവന്യൂ ഓപ്പറേഷൻ ഡിവൈഡ് ബൈ ആവറേജ് ഇൻവെന്ററി ആണ്. സോ ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ ഈക്വൽസ് കോസ്റ്റ് ഓഫ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ 3,60,000 ഡിവൈഡഡ് ബൈ ഇൻവെന്ററി. ആവറേജ് ഇൻവെന്ററി ഓൾറെഡി ഇവിടെ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് 55,000 റുപ്പീസ് അല്ലേ? 55,000 റുപ്പീസ് ആണ് നമ്മുടെ ആവറേജ് ഇൻവെന്ററി എന്ന് പറയുന്നത്. അപ്പോൾ 3,60,000 ഡിവൈഡ് ബൈ 55,000 നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. എത്രയൊന്നും ചെയ്ത് നോക്കി? 3,60,000 ഡിവൈഡ് ബൈ 55,000 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടുക ചെയ്ത് നോക്കി? ഒന്ന് പറയണേ, ഒന്ന് പറ, കമന്റ് ബോക്സ് എന്ന് പറയാം. നമുക്ക് കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 6.55 ആണ്. അതായത് 6.55 ടൈംസ് എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ ഓർഡർ നടക്കുന്നുണ്ട്. അതായത് അത്രയും പ്രാവശ്യം ഇൻവെന്ററി റീപ്ലേസ് ചെയ്യപ്പെടുന്നുണ്ട് ഒരു കമ്പനിയിൽ എന്നുള്ള കാര്യമാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഈ ഒരു കോൺസെപ്റ്റ് ഓക്കെ ആണോ? ഇതാണ് ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ. ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോയിൽ പറയാനുള്ള കാര്യങ്ങൾ ഇത്രയൊക്കെയാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ കാൽക്കുലേറ്റ് ചെയ്തതിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞതിലോ? ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ്, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ചോദിക്കുക. നമുക്ക് എന്ത് ചെയ്യാം? അത് ക്ലിയർ ആക്കിയിട്ട് അടുത്ത റേഷ്യോയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം? മൂവ് ചെയ്യാം. ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ആ കാര്യം എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് പറയാം. അടുത്ത നമ്മൾ മൂവ് ചെയ്യാൻ പോകുന്ന റേഷ്യോ എന്ന് പറയുന്നത് ട്രേഡ് റിസീവബിൾസ് ടേൺ ഓവർ റേഷ്യോ ആണ്. ട്രേഡ് റിസീവബിൾസ് ടേൺ ഓവർ റേഷ്യോ. എങ്ങനെയാണ് ട്രേഡ് റിസീവബിൾ ടേൺ ഓവർ റേഷ്യോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക? എന്താണ് ട്രേഡ് റിസീവബിൾ ടേൺ ഓവർ റേഷ്യോ എന്ന് പറയുന്നത്? ക്ലിയർ ആണോ? അതായത് നമ്മൾ എങ്ങനെയാണ് ഇത് കാൽക്കുലേറ്റ്, അല്ലെങ്കിൽ എന്താണ് കൊണ്ട് മീൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഒരുപാട് ക്രെഡിറ്റ് സെയിൽസ് നമുക്ക് എന്ത് ചെയ്യാറുണ്ട്? നടക്കാറുണ്ട് അല്ലെ? ക്രെഡിറ്റ് സെയിൽസ് നടക്കാറുണ്ട്. ഈ ക്രെഡിറ്റ് സെയിൽസ് നടക്കുന്ന സമയത്ത് നമുക്ക് ഈ ഫണ്ട് എന്ത് ചെയ്യണം? നമുക്ക് ഇങ്ങോട്ട് കിട്ടണം അല്ലെ? നമുക്ക് ഓൾറെഡി നമ്മൾ സെയിൽസ് നടത്തിയതാണ്, നമ്മളെ പ്രൊഡക്റ്റ് അവരുടെ കയ്യിലാണ്. ആ ഫണ്ട് നമുക്ക് തിരിച്ചെന്ത് ചെയ്യണം? നമ്മുടെ കയ്യിലേക്ക് എത്തേണ്ട ആവശ്യമുണ്ട്. അപ്പൊ അങ്ങനെ എത്ര പ്രാവശ്യം എത്തുന്നുണ്ട്, ആ ഫണ്ട് എത്തുന്നുണ്ട് അല്ലെങ്കിൽ എത്ര രൂപ എത്തുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്യണം? ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റണം. അങ്ങനെ എത്തുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൽ എന്താ മനസ്സിലാവുന്നത്? നമ്മുടെ ആക്ടിവിറ്റീസ് ഒന്നും എന്തല്ല, പ്രോപ്പർ അല്ല എന്നുള്ള കാര്യമാണ്. നമ്മുടെ ഫണ്ട് ഫ്ലോ കറക്റ്റ് അല്ല എന്നുള്ള കാര്യമാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? അതിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. സോ ദാറ്റ് ഈസ്
trade receivable turnover ratio. This ratio indicates the number of times the receivables are turned over and converted into cash in an accounting period. അതായത് ട്രേഡ് റിസീവേഴ്സ് നമ്മുടെ ക്യാഷിലേക്ക് എത്ര പ്രാവശ്യം കൺവേർട്ട് ചെയ്യപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ക്യാഷ് ആയിട്ട് അത് എത്രത്തോളം മാറുന്നുണ്ട്. ട്രേഡ് റിസീവേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ്, ഡെറ്റേഴ്സ് ആണ്, അല്ലെങ്കിൽ നമുക്ക് തരാനുള്ള ആളുകളാണ്. അത് നമുക്ക് എത്രത്തോളം റിക്കവർ ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നുണ്ട് എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ ചെക്ക് ചെയ്യുന്നത്. ഇറ്റ് എക്സ്പ്രസസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ക്രെഡിറ്റ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ ആൻഡ് ട്രേഡ് റിസീവബിൾ. അതായത് എത്രയാണ് നമ്മുടെ ക്രെഡിറ്റ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ. നമുക്ക് അറിയാം സെയിൽസ് എടുക്കുമ്പോൾ ക്യാഷ് സെയിൽസ് ഉണ്ടാവും, ക്രെഡിറ്റ് സെയിൽസ് ഉണ്ടാവും. ആ ക്രെഡിറ്റ് സെയിൽസ് ആണ് ഇത് പറയുന്നത് ക്രെഡിറ്റ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ ഡിവൈഡ് ബൈ ആവറേജ്, അല്ലെങ്കിൽ ഡിവൈഡ് ബൈ നമുക്ക് എന്താ പറ്റുന്നത്, ഫ്രം ഓപ്പറേഷൻ ആൻഡ് ട്രേഡ് റിസീവബിൾ. എത്രയാണ് നമ്മുടെ ട്രേഡ് റിസീവബിൾ, നമുക്ക് വരുന്ന ട്രേഡ് റിസീവബിൾസ് എത്രയാണെന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അനലൈസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിന്റെ ഇക്വേഷൻ ഫോം ചെയ്തിരിക്കുന്നത്. ഹയർ ടേൺ ഓവർ മീൻസ് സ്പീഡി കളക്ഷൻ ഫ്രം ദ ട്രേഡ് റിസീവബിൾ. അതായത് നമുക്ക് ഇതിലൂടെ കിട്ടുന്ന ടേൺ ഓവർ റേഷ്യോ എന്ന് പറയുന്നത് ഹയർ ആണെന്നുണ്ടെങ്കിൽ, ടൈംസ് കൂടുതലാണെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്, നമ്മൾ പെട്ടെന്നാണ് എന്ത് ചെയ്യുന്നത്, ഇത് കളക്ട് ചെയ്യുന്നത്. നമ്മുടെ എമൗണ്ട് നമ്മൾ കളക്ട് ചെയ്യുന്നത് വളരെ വേഗത്തിലാണെന്നാണ് എന്ത് ചെയ്യുന്നത്, അതിലൂടെ നമ്മൾ മീൻ ചെയ്യുന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുക. സോ അതാണ് ഇവിടെ പ്രസ്താവിക്കുന്നത്, ദാറ്റ് ഈസ് ട്രേഡ് റിസീവബിൾ ടേൺ ഓവർ റേഷ്യോ എന്ന് പറയുന്നത്. നമുക്ക് ലുക്ക് ഇൻ ടു ദ ഇക്വേഷൻ, അതിൽ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത് നോക്കാം. ട്രേഡ് റിസീവബിൾ റേഷ്യോ ഈസ് ഈക്വൽ ടു നെറ്റ് ക്രെഡിറ്റ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ ഡിവൈഡ് ബൈ ആവറേജ് ട്രേഡ് റിസീവബിൾസ്. നെറ്റ് ക്രെഡിറ്റ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ ഡിവൈഡ് ബൈ ആവറേജ് ട്രേഡ് റിസീവബിൾസ് ആണ് അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി ആവറേജ് ട്രേഡ് റിസീവബിൾ നമ്മൾ എങ്ങനെ കാണാം, നമ്മുടെ ഓപ്പണിംഗ് ഡെറ്റേഴ്സ് ഉണ്ടാവും, ഓപ്പണിംഗ് ബിൽ റിസീവബിൾ ഉണ്ടാവും, അതുപോലെ തന്നെ ക്ലോസിംഗ് ഡെറ്റേഴ്സ് ഉണ്ടാവും, ക്ലോസിംഗ് ബിൽ റിസീവബിൾ ഉണ്ടാവും. ഇത് രണ്ടും ആഡ് ചെയ്തതിനു ശേഷം ഡിവൈഡ് ബൈ 2 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ആവറേജ് ട്രേഡ് റിസീവബിൾ എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ കാര്യം, അല്ലെങ്കിൽ ആ ഒരു കാൽക്കുലേഷൻ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ ആണോ? ദിസ് ഈസ് ട്രേഡ് റിസീവബിൾ ടേൺ ഓവർ റേഷ്യോ എന്ന് പറയുന്നത്. നമ്മുടെ ക്വസ്റ്റിനിലേക്ക് പോയാലോ, നമുക്ക് ക്വസ്റ്റിനിലേക്ക് പോവാം. ഇനി അതിലൂടെ നമുക്ക് കണ്ടെത്താൻ പറ്റും ആവറേജ് കളക്ഷൻ പീരീഡ്. അതായത് എത്ര മാസം കൂടുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കളക്ട് ചെയ്യുന്നത്. അതിന്റെ അർത്ഥം നമ്പർ ഓഫ് ഡേയ്സ് ഓർ മന്ത് ഇൻ എ ഇയർ. നമുക്ക് മന്തിലും കാൽക്കുലേറ്റ് ചെയ്യാം, ഇയറിലും കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ മന്തിലും കാൽക്കുലേറ്റ് ചെയ്യാം, നമ്പർ ഓഫ് ഡേയ്സിലും കാൽക്കുലേറ്റ് ചെയ്യാം. അത് ഏതാണ്ട് വെച്ചാൽ മുകളിൽ കൊടുക്കുക, ഡിവൈഡ് ബൈ ട്രേഡ് റിസീവബിൾ ടേൺ ഓവർ റേഷ്യോ. ആ റേഷ്യോ എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അത് അതിന്റെ ആവറേജ് കളക്ഷൻ പീരീഡ് കണ്ടെത്താൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യും, സാധിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുക. സോ ദാറ്റ് ഈസ് ട്രേഡ് റിസീവബിൾ ടേൺ ഓവർ റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ ആവുന്നുണ്ടോ? കോൺസെപ്റ്റ് ക്ലിയർ ആണോ? ഈ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പൊ നമ്മൾ ട്രേഡ് റിസീവബിൾ ടേൺ ഓവർ റേഷ്യോയിൽ പറഞ്ഞ കാര്യം എന്തായിരുന്നു, ട്രേഡ് റിസീവബിൾ ടേൺ ഓവർ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ക്രെഡിറ്റ് സെയിൽസ് നടത്തിയിട്ടുണ്ടെങ്കിൽ എത്രത്തോളം നമുക്ക് അത് റിക്കവർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, എത്രത്തോളം നമുക്ക് റിക്കവർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ഈ ഫണ്ട് നമ്മൾ ബിസിനസ്സിലേക്ക് വരുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു പെർട്ടിക്കുലർ കാര്യത്തിൽ ഈ ഒരു റേഷ്യോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുക. ക്ലിയർ ആണല്ലോ ഗൈസ്? ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമ്മളുടെ ക്വസ്റ്റ്യൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, കാൽക്കുലേറ്റ് ട്രേഡ് റിസീവബിൾ ടേൺ ഓവർ റേഷ്യോ. കാൽക്കുലേറ്റ് ട്രേഡ് റിസീവബിൾ turnover ratio from the following information. That is total revenue from operation 4 ലക്ഷം കൊടുത്തിട്ടുണ്ട്, ക്യാഷ് എത്ര കൊടുത്തിട്ടുണ്ട്, 20% കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ റവന്യൂ ഫ്രം ഓപ്പറേഷൻ ട്രേഡ് റിസീവബിൾസ് ആസ് 1/4/2016, അതായത് ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ ക്ലോസിംഗ് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് വളരെ സിമ്പിൾ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് അതിന്റെ ഇക്വേഷൻ എന്ത് ചെയ്യാം, എഴുതാം. നമുക്ക് സൊല്യൂഷനിൽ ഫസ്റ്റ് ഇക്വേഷൻ നമ്മൾ എഴുതുന്ന സമയത്ത് അതിന്റെ ഇക്വേഷൻ എന്തായിരുന്നു, ട്രേഡ് റിസീവബിൾ ടേൺ ഓവർ ratio. The equation will be net credit revenue from operations divided by എന്തായിരുന്നു, ആവറേജ് ട്രേഡ് റിസീവബിൾസ്. ആവറേജ് ട്രേഡ് റിസീവബിൾസ്, ഇതാണ് എന്ത്, നമ്മളുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. സോ ഇവിടെ നമുക്ക് എന്ത് കിട്ടണം, ഇനി നമുക്ക് ക്രെഡിറ്റ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ കിട്ടണം അല്ലേ. ക്രെഡിറ്റ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ, ക്രെഡിറ്റ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ എങ്ങനെ കിട്ടും, ഓപ്പറേഷൻ
നമുക്ക് കിട്ടണമെങ്കിൽ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. ടോട്ടൽ റവന്യൂ ഫ്രം ഓപ്പറേഷൻ 4 ലക്ഷമാണ്. അതിൽ ക്യാഷ് എത്രയാണ്? 20%, അല്ലെ? 20%. അത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് നമ്മുടെ ക്രെഡിറ്റ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ കിട്ടും. സോ അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? നമുക്കറിയാം 4 ലക്ഷത്തിന്റെ 20% ആദ്യം കാണണം. അപ്പൊ ക്യാഷ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ, ക്രെഡിറ്റ് റവന്യൂ ഫ്രം ഓപ്പറേഷനിൽ ടോട്ടൽ റവന്യൂ ഫ്രം ഓപ്പറേഷൻ മൈനസ് ക്യാഷ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ, അല്ലേ? സോ ഇവന് ക്യാഷ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ നമുക്ക് കാണാൻ വേണ്ടി പറ്റും 4 ലക്ഷത്തിന്റെ ഇൻറ്റു 20%. എത്രയാണ്? 80,000 രൂപയാണ് എന്ത്? നമ്മളുടെ ക്യാഷ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ക്രെഡിറ്റ് എത്രയായിരിക്കും? ക്രെഡിറ്റ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ ഈക്വൽസ് ക്രെഡിറ്റ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ ഈക്വൽസ് 4 ലക്ഷം, അതായത് ടോട്ടൽ റവന്യൂ ഫ്രം ഓപ്പറേഷൻ മൈനസ് 80,000. ദാറ്റ് ഈസ് 3,20,000 രൂപയാണ് നമുക്ക് കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത്. എന്ത്? ക്രെഡിറ്റ് സെയിൽസ് ഫ്രം ഓപ്പറേഷൻ എന്ന് പറഞ്ഞ് കിട്ടുന്നത് 3,20,000 സോ ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് ഇനി കിട്ടേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആവറേജ് ട്രേഡ് റിസീവബിൾസ് ആണ്. സോ ആവറേജ് ട്രേഡ് റിസീവബിൾസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? നമ്മൾ ആവറേജ് ട്രേഡ് റിസീവബിൾസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ആവറേജ് ട്രേഡ് റിസീവബിൾസ്, ഓപ്പണിംഗ് ട്രേഡ് റിസീവബിൾസ് പ്ലസ് ഓപ്പണിംഗ് ട്രേഡ് റിസീവബിൾസ് പ്ലസ് ക്ലോസിംഗ് ട്രേഡ് റിസീവബിൾസ് ഹോൾ ഡിവൈഡ് ബൈ 2. നമുക്കൊരു രണ്ടും ഉണ്ട്. ഓപ്പണിംഗ് എത്രയാണ്? 40, 120, അല്ലേ? 40,000 പ്ലസ് 120, 1,20,000 ഡിവൈഡഡ് 2, 1,60,000 ഡിവൈഡ് ബൈ 2, ദാറ്റ് ഈസ് 80,000 ആണ് നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത്, അല്ലേ? നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? 80,000 ആണ് ആവറേജ് ട്രേഡ് റിസീവബിൾസ്. ഇനി നമുക്ക് നമ്മുടെ ആൻസർ കിട്ടണം. ട്രേഡ് റിസീവബിൾ ടേൺ ഓവർ റേഷ്യോ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എങ്ങനെയാണ് വരിക? 3,00,000, അല്ലേ? നമുക്ക് കിട്ടുന്ന നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് ഫ്രം ഓപ്പറേഷൻ 3,20,000 ഡിവൈഡ് ബൈ 80,000, ദാറ്റ് ഈസ് ആവറേജ് ട്രേഡ് റിസീവബിൾസ്. നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയായിരിക്കും എന്ന് പറഞ്ഞേ? 1 8 8 2 8 16 3 24 4 8 32, 4 ടൈംസ് 4 ടൈംസ് ആണ് നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത്. ദിസ് ഈസ് ദ എന്താണ്? ട്രേഡ് റിസീവബിൾ ടേൺ ഓവർ റേഷ്യോ. ക്ലിയർ ആവുന്നുണ്ടോ? ഈ പറഞ്ഞ കോൺസെപ്റ്റ് ഓക്കെ ആണോ? അപ്പോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ട്രേഡ് റിസീവബിൾ ടേൺ ഓവർ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ ഒരു രീതിയിലാണ്, അല്ലെങ്കിൽ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ഈ ഒരു കാൽക്കുലേഷൻ നടത്തുക എന്നുള്ള കാര്യം എന്ത് ചെയ്യുക? മനസ്സിലാക്കിയിരിക്കുക. ഇനി ട്രേഡ് റിസീവബിൾ നമുക്കിപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ട്രേഡ് റിസീവബിൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടെത്തണം? ട്രേഡ് പേയബിൾ കണ്ടെത്തണം, അല്ലേ? ട്രേഡ് റിസീവബിൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ട്രേഡ് പേയബിൾ റേഷ്യോ കണ്ടെത്തണം. സോ ദാറ്റ് ഈസ് ട്രേഡ് പേയബിൾ റേഷ്യോ. ഈ ട്രേഡ് പേയബിൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മൾ നേരത്തെ സെയിൽസിന്റെ കാര്യമാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? പർച്ചേസ് ആയിരിക്കും. അതായത് നമ്മൾ ക്രെഡിറ്റ് പർച്ചേസ് നടത്തിയാണ് നമുക്ക് എന്ത് വരിക? ഇവിടെ ട്രേഡ് പേയബിൾ ടേൺ ഓവർ റേഷ്യോ വരിക. ഈ പർച്ചേസ് നടത്തി കഴിഞ്ഞാൽ നമ്മൾ ക്രെഡിറ്റ് പർച്ചേസ് ചെയ്ത് പ്രോപ്പറായിട്ട് ഫണ്ട് എന്ത് ചെയ്യണം? നമ്മൾ ക്രെഡിറ്റർക്ക് പേ ചെയ്യണം, അല്ലേ? ക്രെഡിറ്റർക്ക് പ്രോപ്പറായിട്ട് ഫണ്ട് പേ ചെയ്തില്ലെങ്കിൽ നമ്മുടെ ആക്ടിവിറ്റീസ് എന്തല്ല? പ്രോപ്പർ അല്ല എന്നാണ് അത് മീൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ക്രെഡിറ്റർക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഫണ്ട് പ്രോപ്പറായിട്ട് പേ ചെയ്യണം. അപ്പൊ എത്ര പ്രാവശ്യം നമ്മൾ പേ ചെയ്യുന്നുണ്ട്, ഫ്രീക്വന്റ് ആയിട്ട് പേ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യമൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്ന റേഷ്യോ ആണ് എന്ത്? ട്രേഡ് പേയബിൾ ടേൺ ഓവർ റേഷ്യോ എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. Trade payable turnover ratio indicates the pattern of payment of trade payable. It shows how many times a company can pay off its average accounts payable balance during the course of year.
എത്ര പ്രാവശ്യം അവർ കമ്പനി അടച്ചു തീർക്കാനുള്ള എമൗണ്ട് പ്രോപ്പറായിട്ട് അടച്ച് തീർക്കുന്നുണ്ട്, അല്ലെങ്കിൽ എത്ര പ്രാവശ്യം അടയ്ക്കുന്നുണ്ടെന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു പെർട്ടിക്കുലർ റേഷ്യോയിലൂടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇതിന്റെ ഇക്വേഷൻ സിമ്പിൾ ആണ്. ട്രേഡ് പേയബിൾ റേഷ്യോയില് നമ്മൾ റിസീവബിൾ റേഷ്യോയിൽ എന്തായിരുന്നു പറഞ്ഞേ, നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് ആയിരുന്നു അല്ലെ. അങ്ങനെയുള്ള എന്തായിരിക്കും, നെറ്റ് ക്രെഡിറ്റ് പർച്ചേസ് ഡിവൈഡ് ബൈ ആവറേജ് ട്രേഡ് പേയബിൾ എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി ആവറേജ് ട്രേഡ് പേയബിൾ എങ്ങനെ കണ്ടെത്തുക, നമ്മുടെ ഓപ്പണിംഗ് ക്രെഡിറ്റേഴ്സ് അല്ലെ, ഓപ്പണിംഗ് ക്രെഡിറ്റേഴ്സ് പ്ലസ് ബിൽ പേയബിൾ, ക്ലോസിംഗ് ക്രെഡിറ്റേഴ്സ് പ്ലസ് ബിൽ പേയബിൾ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഡിവൈഡ് ബൈ 2 ചെയ്താൽ മതി. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, ആവറേജ് ട്രേഡ് പേയബിൾ എന്ന് പറയുന്ന ആ ഒരു ഫിഗറിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് സാധിക്കും. ക്ലിയർ ആണോ? ഇതാണ് നമ്മളുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മുടെ ക്വസ്റ്റ്യൻ ഒക്കെ വർക്ക്ഔട്ട് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ ആണോ? ട്രേഡ് റിസീവബിൾ പഠിച്ചു കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് ആണ് എന്ത്, ട്രേഡ് പേയബിൾ എന്ന് പറയുന്നത്. സോ ആവറേജ് പേയ്മെന്റ് പീരീഡ് എങ്ങനെ കണ്ടെത്തുക, നമ്പർ ഓഫ് ഡേയ്സ് ഓർ മന്ത് ഇൻ ഇയർ ഡിവൈഡ് ബൈ ട്രേഡ് പേയബിൾ ടേൺ ഓവർ റേഷ്യോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് ഈ പറയുന്ന ആവറേജ് പേയ്മെന്റ് പീരീഡ് കണ്ടെത്താൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ള കാര്യം കൂടെ എന്ത് ചെയ്യുക, മനസ്സിലാക്കിയിരിക്കുക. സോ ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ കാൽക്കുലേറ്റിംഗ് ആവറേജ് ട്രേഡ് പേയബിൾ റേഷ്യോ. ആവറേജ് ട്രേഡ് പേയബിൾ റേഷ്യോ നമ്മൾ ഈ ഒരു വിധത്തിലാണ് എന്ത് ചെയ്യുന്നത്, കാൽക്കുലേഷൻസ് നടത്തുന്നുള്ള കാര്യം എന്ത് ചെയ്യുക, മനസ്സിലാക്കിയിരിക്കുക. സോ നമ്മളുടെ ക്വസ്റ്റ്യൻ അടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യണം. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ദ ട്രേഡ് പേയബിൾ ടേൺ ഓവർ റേഷ്യോ ഫ്രം ദ ഫോളോയിങ് ഫിഗേഴ്സ്. താഴെ തന്നിരിക്കുന്ന ഫിഗേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, ട്രേഡ് പേയബിൾ റേഷ്യോ കണ്ടെത്തണം. സോ എന്തൊക്കെയാണ് വന്നിരിക്കുന്നത്, ക്രെഡിറ്റ് പർച്ചേസ് വന്നിട്ടുണ്ട്, ക്രെഡിറ്റേഴ്സ് വന്നിട്ടുണ്ട്, ബിൽസ് പേയബിൾ വന്നിട്ടുണ്ട്, അറ്റ് ദ എൻഡും അതുപോലെ തന്നെ അറ്റ് ദ ബിഗിനിങ്ങും തന്നിട്ടുണ്ട്, അറ്റ് ദ എൻഡും തന്നിട്ടുണ്ട്. രണ്ടും എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ തന്നിട്ടുണ്ട്. സോ നമ്മൾ പറഞ്ഞിരിക്കും ടു കാൽക്കുലേറ്റ് ദ ട്രേഡ് പേയബിൾ ടേൺ ഓവർ റേഷ്യോ എന്നാണ്. നമുക്ക് ഇക്വേഷൻ എഴുതാം. സൊല്യൂഷനായിട്ട് നമ്മളുടെ ട്രേഡ് പേയബിൾസ് ടേൺ ഓവർ റേഷ്യോ ഇക്വേഷൻ എന്തായിരുന്നു, നെറ്റ് ക്രെഡിറ്റ് പർച്ചേസസ് ഓൾ ഡിവൈഡ് ബൈ ആവറേജ് ട്രേഡ് പേയബിൾ അല്ലേ, ആവറേജ് ട്രേഡ് പേയബിൾ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. സോ നമുക്കിനി എന്ത് ചെയ്യണം, നെറ്റ് ക്രെഡിറ്റ് പർച്ചേസ് കണ്ടെത്തണം അല്ലെ. നെറ്റ് ക്രെഡിറ്റ് പർച്ചേസ് ഓൾറെഡി ഇവിടെ തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 12 lakh ആണ്. ഈ 12 lakh ആണ്. ഇനി ആവറേജ് ട്രേഡ് പേയബിൾ ആണ് കണ്ടെത്തേണ്ടത്. ആവറേജ് ട്രേഡ് പേയബിൾ അത് കണ്ടെത്തേണ്ടത് എങ്ങനെയാണ്, നമ്മൾ ക്രെഡിറ്റേഴ്സ് അറ്റ് ദ എൻഡും ക്രെഡിറ്റേഴ്സ് ബിൽസ് പേയബിൾ അറ്റ് ദ ബിഗിനിങ്ങും കാൽക്കുലേറ്റ് ചെയ്യണം, എൻഡും കാൽക്കുലേറ്റ് ചെയ്യണം. ക്രെഡിറ്റേഴ്സ് ആൻഡ് ബിൽസ് പേയബിൾ അറ്റ് ദ ബിഗിനിങ് പ്ലസ് ക്രെഡിറ്റേഴ്സ് ആൻഡ് ബിൽസ് പേയബിൾ അറ്റ് ദ എൻഡ് ഓൾ ഡിവൈഡ് ബൈ 2 ആണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ ക്രെഡിറ്റേഴ്സ് എത്രയാണ്, 3 ലക്ഷം 4 ലക്ഷം രൂപ അല്ലെ. 4 ലക്ഷം പ്ലസ് 1 30 70 2 4 lakh പ്ലസ് 2 lakh ഡിവൈഡ് ബൈ 2, അതായത് 6 lakh ഡിവൈഡ് ബൈ 2. അത് നമുക്ക് എത്ര കിട്ടുന്നത്, 3 lakh ആണ് കിട്ടുന്നത്. 3 lakh ആണ് നമ്മൾ ആവറേജ് ട്രേഡ് പേയബിൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ട്രേഡ് പേയബിൾ ടേൺ ഓവർ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ട്രേഡ് പേയബിൾ ടേൺ ഓവർ റേഷ്യോ ഈക്വൽസ് 12 lakh അല്ലെ. 12 lakh ഡിവൈഡ് ബൈ 3 lakh. 12 lakh എവിടുന്നാ കിട്ടിയേ, 12 lakh ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഈ 12 lakh ആണത് അല്ലെ. ആ ക്രെഡിറ്റ് പർച്ചേസസ് ആണ്, ക്രെഡിറ്റ് പർച്ചേസസ് ആണ്, നെറ്റ് ക്രെഡിറ്റ് പർച്ചേസസ്. ഇനി ആവറേജ് ട്രേഡ് പേയബിൾ ആണ് എത്ര, 3 lakh എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എത്ര കിട്ടും, 4 times കിട്ടും. 4 times ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ആൻസർ കിട്ടുന്നത്. 4 times. ക്ലിയർ ആണോ? 4 times ആണ് നമ്മുടെ ആൻസർ നമുക്ക് കിട്ടുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ ഓക്കെ ആണോ? ട്രേഡ് പേയബിൾ ടേൺ ഓവർ റേഷ്യോ ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. ട്രേഡ് പേയബിൾ ടേൺ ഓവർ റേഷ്യോയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് എന്ത് ചെയ്യാം, അത് ക്ലിയർ ചെയ്തിട്ട് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. സോ ദിസ് ഈസ് ദ ട്രേഡ് പേയബിൾ ടേൺ ഓവർ റേഷ്യോ. അടുത്ത റേഷ്യോ എന്ന് പറയുന്നത് നോക്കിയേ, നെറ്റ് അസെറ്റ് ഓർ ക്യാപിറ്റൽ എംപ്ലോയിഡ് ടേൺ ഓവർ റേഷ്യോ. നെറ്റ് അസെറ്റ്
ഓർ ക്യാപിറ്റൽ എംപ്ലോയിഡ് ടേൺ ഓവർ റേഷ്യോ എന്ന് പറയുന്നത്. എന്താണ് അതിലൂടെ മീൻ ചെയ്യുന്നത്? ഇറ്റ് റിഫ്ലെക്ട്സ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് ആൻഡ് നെറ്റ് അസറ്റ്. റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് ആൻഡ് നെറ്റ് അസറ്റ് ഓഫ് ദ ബിസിനസ്. ഓക്കെ, അതായത് കമ്പനിയുടെ റവന്യൂവും അതുപോലെ തന്നെ കമ്പനിയുടെ നെറ്റ് അസറ്റ് എത്രത്തോളാണോ ഉള്ളത് അത് തമ്മിലുള്ള റിലേഷനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ സ്റ്റഡി ചെയ്യുന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുക. സോ അതിന്റെ ഇക്വേഷൻ എങ്ങനെയാണ് വരുന്നത്? നെറ്റ് അസറ്റ് ഓർ ക്യാപിറ്റൽ എംപ്ലോയിഡ് ടേൺ ഓവർ റേഷ്യോ ഈക്വൽസ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ ഡിവൈഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയിഡ്. റവന്യൂ ഫ്രം ഓപ്പറേഷൻ ഡിവൈഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയിഡ്. എത്രയാണ് നമ്മൾ റവന്യൂ ഫ്രം ഓപ്പറേഷനിൽ നമുക്ക് കിട്ടുന്ന എമൗണ്ട്, അതുപോലെ ഡിവൈഡ് ബൈ എത്രയാണ് നമ്മുടെ ക്യാപിറ്റൽ എംപ്ലോയിഡ്, അല്ലെങ്കിൽ അതിന് വേറെ പറയാൻ പറ്റും നെറ്റ് അസറ്റ്. നമ്മുടെ നെറ്റ് അസറ്റ് എത്രത്തോളാണെന്ന് എന്ത് ചെയ്യണം, നമ്മൾ അനലൈസ് ചെയ്യണം. ക്ലിയർ? അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഈ ഒരു ഇക്വേഷനിലൂടെ നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുക. സോ ദിസ് ഈസ് ദ നെക്സ്റ്റ് നെറ്റ് അസറ്റ് ഓർ ക്യാപിറ്റൽ എംപ്ലോയിഡ് റേഷ്യോ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. നോക്കി, നമുക്ക് കുറച്ചധികം കാര്യങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ കാൽക്കുലേറ്റ് ചെയ്യാനുണ്ട്. ഏതൊക്കെയാണ്? ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ കാൽക്കുലേറ്റ് നെറ്റ് അസറ്റ് ടേൺ ഓവർ, ഫിക്സ്ഡ് അസറ്റ് ടേൺ ഓവർ, വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ. ഓക്കെ, 3 കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. നെറ്റ് അസറ്റ് ടേൺ ഓവർ, ഫിക്സ്ഡ് അസറ്റ് ടേൺ ഓവർ ആൻഡ് വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇത്രയും കാര്യങ്ങളാണ്. സോ ഇതിന്റെ അടിയിൽ ഒരു കാര്യം കൂടെ എഴുതിയിട്ടുണ്ടായിരുന്നു, അത് ഞാനിവിടെ ക്വസ്റ്റ്യൻ നമ്മൾ ആഡ് ചെയ്ത സമയത്ത് വിട്ടുപോയിട്ടുണ്ട്. അതിന്റെ ക്വസ്റ്റ്യന്റെ അവസാനം ഉള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഒന്ന് നോട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് എത്രയാണ്? റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് ഫോർ ദി ഇയർ എൻഡഡ്. റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് ഫോർ ദ ഇയർ എൻഡഡ് 2016-17 where 30 lakh 30 ലക്ഷമാണെന്നുള്ള കാര്യം എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്കിവിടെ തന്നിട്ടുണ്ട്. അത് ക്വസ്റ്റ്യനിൽ ഓൾറെഡി ഉള്ളതാണ്. നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്ത സമയത്ത് അല്ലെങ്കിൽ ഇട്ട സമയത്ത് അത് വിട്ടുപോയതാണെന്നുള്ള കാര്യം എന്ത് ചെയ്യുക, മനസ്സിലാക്കിയിരിക്കുക. സോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ തന്നിട്ടുണ്ട്. നമുക്കിനോട് പറഞ്ഞിരിക്കുന്നത് കുറെ റേഷ്യോസ് എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യാം, നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാം, എടുത്തെഴുതാം. സോ റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് കാൽക്കുലേറ്റ് ചെയ്യണം. റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് 30 ലക്ഷം ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് അല്ലെ. 30 lakh rupees നമുക്ക് എമൗണ്ട് ആയിട്ട് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഓരോ ടേൺ ഓവർ ആണ് കണ്ടെത്തേണ്ടത്. സോ ക്യാപിറ്റൽ റവന്യൂ ഫ്രം ഓപ്പറേഷനിൽ നമ്മൾ കണ്ടെത്തേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നെറ്റ് അസറ്റ് ടേൺ ഓവർ, ക്യാപിറ്റൽ നെറ്റ് അസറ്റ് അല്ലെങ്കിൽ ക്യാപിറ്റൽ എംപ്ലോയിഡ് ആണ്. ക്യാപിറ്റൽ എംപ്ലോയിഡ് ടേൺ ഓവർ കണ്ടെത്തണം, ഫിക്സ്ഡ് അസറ്റ് കണ്ടെത്തണം, വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടെത്തണം. ഇതൊക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് വൺ നമ്മളുടെ റവന്യൂ ഫ്രം ഓപ്പറേഷൻ ഡിവൈഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയിഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ റേഷ്യോ കിട്ടും. ഇനി നമ്മളുടെ റവന്യൂ ഫ്രം ഓപ്പറേഷൻ ഡിവൈഡ് ബൈ ഫിക്സ്ഡ് അസറ്റ് ചെയ്ത ഈ റേഷ്യോ കിട്ടും. അതുപോലെ റവന്യൂ ഫ്രം ഓപ്പറേഷൻ ഡിവൈഡ് ബൈ വർക്കിംഗ് ക്യാപിറ്റൽ ചെയ്ത ഈ ഇക്വേഷൻ കിട്ടും. അപ്പൊ നമുക്ക് ഈ 3 കാര്യങ്ങൾ ആദ്യം കണ്ടെത്തണം. അപ്പൊ ക്യാപിറ്റൽ എംപ്ലോയിഡ് ആദ്യം കണ്ടെത്താം. ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്തൊക്കെയാണ് ക്യാപിറ്റൽ എംപ്ലോയിഡ് വരുന്നത് ഇവിടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമുക്ക് ഇവിടെ ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ പ്രിഫറൻസ് ക്യാപിറ്റൽ വരും, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ വരും, ജനറൽ റിസർവ് വരും, പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് നമ്മളെ പ്രോഫിറ്റ് വരും, അതുപോലെ ലോങ് ടേം ഡെറ്റ്സ് വരും. ലോങ് ടേം ഡെറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഏതൊക്കെ വരിക, നമുക്ക് 2 lakh വരും. അതായത് 14,000 ലോണും അതുപോലെ 15% ഡിബഞ്ചേഴ്സും. ക്രെഡിറ്റേഴ്സ് വരുമോ? ക്രെഡിറ്റേഴ്സും ബിൽസ് പേബിളും വരത്തില്ല. അത് കാരണം എന്താണ്? ഷോർട്ട് ടേം ആണ്, അതല്ലേ? ഷോർട്ട് ടേം ആണ്, കറണ്ട് ലയബിലിറ്റി എന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുക. സോ അത്രയും കാര്യങ്ങളാണ് നമുക്ക് അവിടെ വരുന്നത്, ക്യാപിറ്റൽ എംപ്ലോയിഡ് വരുന്നത്. ഷെയർ ക്യാപിറ്റൽ പ്ലസ് റിസർവ് ആൻഡ് സർപ്ലസ് പ്ലസ് ലോങ് ടേം ഡെറ്റ്സ്. ക്ലിയർ ആണോ? ലോങ് ടേം ഡെറ്റ്സ്. ഇനി അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 4, 6, 1, 3 അല്ലെ? 4 lakh, 6 lakh, 1 lakh, 3 lakh plus 4, 6, 1, 3, 2, 2 lakh plus 2 lakh. സോ നമുക്ക് കിട്ടുന്ന എമൗണ്ട് 6, 4, 10, 11, 14, 4, 18 ലക്ഷം. 18 ലക്ഷം രൂപയാണ് നമ്മളുടെ എമൗണ്ട് എന്ന് പറയുന്നത് അല്ലെ? 18 ലക്ഷം രൂപയാണ്. 18 lakh rupees ആണ് നമ്മളുടെ എമൗണ്ട് എന്ന് പറയുന്നത് ക്യാപിറ്റൽ എംപ്ലോയിഡ്. അടുത്ത കിട്ടേണ്ടത് നമുക്ക് ഫിക്സ്ഡ് അസറ്റ് ആണ്.
ഓക്കെ, ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന സമയത്ത് നമുക്കറിയാം ഫിക്സഡ് അസറ്റ് ആയിട്ട് ഇവിടെ എന്തൊക്കെയുണ്ട്, കുറേ കാര്യങ്ങളുണ്ട്. ഇത്രയും കാര്യങ്ങളുണ്ട്. പ്ലാന്റ് ആൻഡ് മെഷീനറി ഉണ്ട്, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, മോട്ടോർ കാറ്, ഫർണിച്ചർ, ഇല്ല ഇത്രയും കാര്യങ്ങളുണ്ട്. അപ്പോൾ എത്രയൊക്കെയാണ് വരുന്നത്? 8 5 13 15 16 ലക്ഷം രൂപ അല്ലേ? നമുക്ക് വരുന്നത് 16 ലക്ഷം രൂപയാണ് ഫിക്സഡ് അസറ്റ്. 16 lakh ഞാൻ എഴുതേണ്ട കാര്യമില്ലല്ലോ, ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് 16 lakh. അതുപോലെ തന്നെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടെത്തണം. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് നമുക്ക് സിമ്പിൾ ആയിട്ട് കണ്ടെത്താനായിട്ട് പറ്റും. കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റീസ് അല്ലേ? നമ്മുടെ ഇക്വേഷൻ ഓൾറെഡി പഠിച്ചിട്ടുള്ള അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റീസ് എന്ന് പറഞ്ഞ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് എങ്ങനെയാണ്? കറണ്ട് അസറ്റ് എത്ര വരുന്നത്? ഏതൊക്കെയാണ് ഇവിടെ കറണ്ട് അസറ്റ്? ഇൻവെന്ററി, ഡെറ്റേഴ്സ്, ബാങ്ക്, ക്യാഷ്. 1,80,000 പ്ലസ് ഇതും എല്ലാം ആഡ് ചെയ്ത് നമുക്ക് എത്ര കിട്ടും? 1,80,000 2,80,000 2,90,000 3,70,000 4 അല്ലെ? 4 ലക്ഷം രൂപ കിട്ടും, 4 lakh. അതുപോലെ കറണ്ട് ലയബിലിറ്റീസ് കൂട്ടിയാലോ? 1,40,000 1,50,000 2 2 lakhs. സോ 4 lakh മൈനസ് 2 lakh ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 2 lakh ആണ് നമ്മളുടെ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ഈ പറഞ്ഞ റേഷ്യോസ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. നെറ്റ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ. ഫസ്റ്റ് നെറ്റ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് റവന്യൂ ഫ്രം ഓപ്പറേഷൻ ഡിവൈഡ് ബൈ റവന്യൂ ഫ്രം ഓപ്പറേഷൻ ഡിവൈഡ് ബൈ എന്താണ് നമുക്ക് തന്നിരിക്കുന്ന ആൻസർ, അല്ലെങ്കിൽ എങ്ങനെ കിട്ടുക? റവന്യൂ ഫ്രം ഓപ്പറേഷൻ ഡിവൈഡ് ബൈ നെറ്റ് അസറ്റ് ആണ് അല്ലെ, അല്ലെങ്കിൽ ക്യാപിറ്റൽ എംപ്ലോയിഡ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? റവന്യൂ ഫ്രം ഓപ്പറേഷൻ 30 lakh ആണെന്ന് ഓൾറെഡി നമുക്കറിയാം. 30 lakh ഡിവൈഡ് ബൈ നെറ്റ് അസറ്റ് ഓൾറെഡി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്യാപിറ്റൽ എംപ്ലോയിഡ് ഓർ നെറ്റ് അസറ്റ് എത്രയാണ്? 18 ലക്ഷമാണ് അല്ലെ? 18 ലക്ഷമാണ്. സോ ആ 18 lakh നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ എഴുതി വെക്കുന്നത്. നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? എത്ര ടൈംസ് ആ കിട്ടുക? 30 ലക്ഷം ഡിവൈഡ് ബൈ 18 ലക്ഷം ചെയ്ത് നോക്കിയേ. നമുക്ക് കിട്ടുന്നത് ആൻസർ എന്ന് പറയുന്നത് 1.67 ടൈംസ് ആണ്. ഓക്കെ, അതായത് നമ്മൾ നെറ്റ് അസറ്റ് റവന്യൂ വെച്ച് നോക്കുന്ന സമയത്ത് 1.67 ടൈംസ് നമ്മുടെ റവന്യൂ എന്താണ്? കൂടുതലാണെന്നുള്ള കാര്യമാണ് ഇവിടെ മനസ്സിലാവുന്നത്. ഇനി അടുത്ത നമ്മോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ ആണ്. ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണമെന്നെങ്കിൽ, ടേൺ ഓവർ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് റവന്യൂ ഫ്രം ഓപ്പറേഷൻ ഡിവൈഡ് ബൈ ഫിക്സഡ് അസറ്റ് ആണ്. സോ 30 lakh അഗെയിൻ ഡിവൈഡ് ബൈ ഫിക്സഡ് അസറ്റ് നമുക്ക് എത്ര കിട്ടിയിരിക്കുന്നത്? 16 ലക്ഷമാണ് അല്ലെ? 16 ലക്ഷമാണ് നമ്മുടെ ഫിക്സഡ് അസറ്റ് കിട്ടിയിരിക്കുന്നത്. നമ്മുടെ ആൻസർ വിൽ ബി, അവർ ആൻസർ വിൽ ബി 1.88 ടൈംസ്. ക്ലിയർ? 1.88 ടൈംസ് ആണ് നമ്മുടെ ആൻസർ ആയിട്ട് നമുക്ക് കിട്ടുന്നത്. ലാസ്റ്റ് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ ആണ്. വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ. How we calculate the working capital turnover ratio? That is revenue from operation divided by working capital. So ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? നമുക്ക് കിട്ടുന്നതാണ് വർക്കിംഗ് ക്യാപിറ്റൽ ടേൺഓവർ റേഷ്യോ. 30 ലക്ഷം ഡിവൈഡ് ബൈ 2 lakh അല്ലേ? നമുക്ക് കിട്ടിയത് വർക്കിംഗ് ക്യാപിറ്റൽ 2 lakh ആണ്. അപ്പോൾ 15 ടൈംസ് ആണ് നമ്മുടെ ആൻസർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നത്? നമുക്ക് ലഭിക്കുന്നത് 15 ടൈംസ് ആണ് ഇവിടെ ആൻസർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നത്? ലഭിക്കുന്ന കാര്യം എന്ത് ചെയ്യുക? മനസ്സിലാക്കിയിരിക്കുക. ദിസ് ഈസ് ദ വേരിയസ് റേഷ്യോ വി ക്യാൻ കാൽക്കുലേറ്റ് ബൈ യൂസിങ് ദിസ് ഇക്വേഷൻ. അപ്പോൾ ഈ ഒരു റേഷ്യോസ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യണം? നമ്മുടെ ഇക്വേഷൻസ് പഠിക്കണം. ഈ ഇക്വേഷൻസ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വളരെ എളുപ്പത്തിൽ ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. വലിയ കോംപ്ലിക്കേഷൻസും കാര്യങ്ങളൊന്നുമില്ല അല്ലെ? ട്രേഡ് റിസീവബിൾസ് എന്താണ്? എത്ര പ്രാവശ്യം നമുക്ക് എമൗണ്ട് റീഇംബേഴ്സ് ചെയ്ത് അല്ലെങ്കിൽ റിക്കവർ ചെയ്ത് കിട്ടുന്നുണ്ട്? ട്രേഡ് പേയബിൾസ് എത്ര പ്രാവശ്യം നമ്മൾ പേയ്മെന്റ് അങ്ങോട്ട് ചെയ്യുന്നുണ്ട്? ഇനി അതുപോലെ തന്നെ നമ്മൾ ആദ്യം പഠിച്ച എന്തായിരുന്നു?
ഫസ്റ്റ് ഇൻവെന്ററി ടേൺ ഓവർ. ഇൻവെന്ററി ടേൺ ഓവറിൽ നമ്മൾ പഠിച്ച കാര്യം എന്ന് പറയുന്നത് എത്ര പ്രാവശ്യം നമ്മൾ ഇൻവെന്ററി റീപ്ലേസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ റീപ്ലേസ് ചെയ്യുന്നത്, പ്രോപ്പർ ആയിട്ടാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഈ വക കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇത്രയും നേരം ഡിസ്കഷൻ നടത്തിയത്. സോ നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈ ഒരു റേഷ്യോ അനാലിസിസിലെ നമ്മളുടെ ആക്ടിവിറ്റി ഓർ ടേൺ ഓവർ റേഷ്യോ കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലായി ഞാൻ വിചാരിക്കുകയാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത റേഷ്യോ അനാലിസിസിൽ ലാസ്റ്റ് പാർട്ടുമായിട്ട് അല്ലെങ്കിൽ റിവിഷൻ സെഷൻസുമായിട്ട് അടുത്ത സെഷൻസിൽ അടുത്ത ക്ലാസ്സിൽ കാണാം. സോ അതുവരെ ഗുഡ് ബൈ, താങ്ക് യു സോ മച്ച്.